ഇന്ന് പ്രചരണം ഇല്ലേ ഏട്ടാ? ഞാൻ ഇറങ്ങാൻ തയ്യാറായി വന്നതാ. ആരെയും കാണാത്തതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പ്രവർത്തകര് കുറച്ച് ലേറ്റായാലും രാജു എത്തേണ്ടതല്ലേ? ഏയ്, അവൻ എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അവർക്ക് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്ത വെഡിങ് റിസപ്ഷൻ അവൻ നാശമാക്കിയില്ലേ? മദ്യപിച്ച് ലക്കേട്ട് വന്ന് വിളിച്ചു വരുത്തിയ ഗസ്റ്റുകളുടെ മുന്നിൽ ഞാനങ്ങ് ഇല്ലാതായിപ്പോയി. അവൻ ഇങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു ഞാൻ കരുതിയത്. ചേട്ടാ, ഇതൊരു എന്റെ ദൃഷ്ടിയിൽ രാജുവിന് അങ്ങനെ മദ്യപിക്കുന്ന ശീലമുള്ളതായി തോന്നിയിട്ടില്ല. ഒരു മോശം സാഹചര്യത്തിൽ ഞാൻ രാജുവിനെ കാണുകയും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ ഇന്നലെ ഇവിടെ നടന്നത്? തോന്നിവാസം അല്ലാതെന്ത് പറയാനാ? ശേഖര, നീ വെറുതെ അവന്റെ വക്കാലത്ത് പിടിക്കണ്ട. മദ്യപിക്കുന്ന എല്ലാവരും താൻ മദ്യപിക്കുകയാണെന്ന് പുറത്തു പറഞ്ഞോട് നടക്കൂ. ഇങ്ങനെ എപ്പോഴെങ്കിലും 4 ആളുടെ മുന്നിൽ വെച്ച് പിടിക്കപ്പെടുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും രാജു അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കുകയില്ല, അവൻ മദ്യപിച്ചൊന്നും സമ്മതിക്കുകയില്ല. അത് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. മനസ്സിലായില്ല? നിനക്ക് മനസ്സിലാവില്ല. എന്റെ ഋതുമോളുടെ ഭാവി പോയല്ലോ. ഒരു കള്ളുകൂടിയന്റെ കൂടെ ആയി പോയല്ലോ അവളുടെ ജീവിതം. ചേച്ചി ഇത് വിട്. രാജുവിനോട് ഞാൻ സംസാരിച്ചോളാം. അവന് വേണ്ടതാക്കിയത് ഞാൻ കൊടുത്തോളാം. ചേച്ചി സമാധാനപ്പെട്. പ്രതാപ, ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരെ സൂക്ഷിക്കണം. അവരെന്ത് ചെയ്യാനും മടിക്കില്ല. ശരി ചേച്ചി, ഞാൻ വേണ്ടത് ചെയ്യാം. ശേഖര, നീ അവനൊന്ന് വിളിക്ക. എനിക്ക് അവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയും. ശരി ഏട്ടാ. എപ്പോ? എന്നിട്ടെന്താ ഞങ്ങൾ അറിയിക്കാത്തെ? എന്താ ശേഖര? ചേട്ടാ, രാജുവിന്റെ അച്ഛനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഇന്നലെ. രാവിലെ ആശുപത്രിയിൽ നിന്നൊരു റിസൾട്ട് വാങ്ങണമായിരുന്നു. അതുകൊണ്ടാ രാജുവിന് രാവിലെ സമയത്തെത്താൻ സാധിക്കാത്തെന്ന് പറഞ്ഞു. പ്രവർത്തകരല്ലേ ഇപ്പൊ എത്തുന്നു. ചേട്ടനോട് പ്രചാരണത്തിന് ഇറങ്ങിക്കൊള്ളാനും രാജു ഉച്ചയോടെ ഒന്ന് ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞു.